മൊബൈൽ ഫോൺ കമ്പനികൾക്ക് ഹൈക്കോടതി നിർദ്ദേശം. പ്രതികളുടെ മൊബൈൽ ഫോൺ വിവരങ്ങളും ടവർ ലൊക്കേഷനുകളും SITക്ക് കൈമാറണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. SITയുടെ ആവശ്യപ്രകാരമാണ് നടപടി. വിവരങ്ങൾ ആന്റണി ജോർജ് ചേരുന്നുണ്ട്. ആന്റണി, എന്തായാലും സ്വർണ്ണ കവർച്ച കേസിൽ അന്വേഷണവുമായി സഹകരിക്കണമെന്ന് മൊബൈൽ ഫോൺ കമ്പനികൾക്കടക്കം ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. SITക്ക് വിവരങ്ങൾ കൈമാറണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്. മറ്റെന്തെല്ലാം വിവരങ്ങളാണ് ഹൈക്കോടതി നൽകുന്നത്? തീർച്ചയായും ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ SIT ഇന്ന് ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇത് അടച്ചിട്ട കോടതി മുറിയിലാണ് കോടതി പരിഗണിച്ചത്. സാധാരണ നിലയിൽ ആ കേസ് അങ്ങനെ തന്നെയാണ് പരിഗണിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഇന്നും പരിഗണിച്ചത്. അതിൽ SIT ഇന്ന് മുന്നോട്ട് വെച്ചൊരു പ്രധാനപ്പെട്ട ആവശ്യം, അതായത് കുറ്റപത്രമൊക്കെ തയ്യാറാക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ ഈ പ്രതികൾ എവിടെയൊക്കെ ഉണ്ടായിരുന്നു, അതായത് ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ പ്രതികൾ ഈ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. അതിന് ഈ മൊബൈൽ ഫോൺ വിവരങ്ങൾ, അതുപോലെ തന്നെ ടവർ ലൊക്കേഷനുകളൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നേരത്തെ തന്നെ SIT പറഞ്ഞിരുന്നു, ഈ ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ ഈ പങ്കജ് ഭണ്ഡാരിയും ഒക്കെ ബംഗളൂരുവിലെ ഒരു ഫ്ളാറ്റിൽ പോയി ഗൂഢാലോചന നടത്തിയിരുന്നു കേസ് അട്ടിമറിക്കാൻ വേണ്ടി എന്നുള്ളൊരു കാര്യമൊക്കെ അന്ന് SIT ആരോപിച്ചിരുന്നു. അപ്പോൾ ഈ ടവർ ലൊക്കേഷനൊക്കെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു കാര്യമായി അന്ന് SIT ചൂണ്ടിക്കാണിച്ചത്. ഏതായാലും ഇക്കാര്യത്തിൽ ചില മൊബൈൽ ഫോൺ കമ്പനികൾ സഹകരിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഇവരുടെ ഫോൺ വിളി വിവരങ്ങൾ, അതുപോലെ തന്നെ ഇവരുടെ ഈ ടവർ ലൊക്കേഷനുകൾ ഈ പറയുന്ന സമയത്ത്, അതായത് ഈ മോഷണം നടന്നു, ഈ ക്രൈം നടന്നു എന്ന് പറയുന്ന സമയത്ത് ഈ പ്രതികൾ ഏതൊക്കെ ഭാഗത്താണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇവരെ കണ്ടുപിടിക്കേണ്ട ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത് ഈ ടവർ ലൊക്കേഷനാണ്. അതുപോലെ തന്നെ ഇവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ളത് ഉറപ്പിക്കാനായി ഈ മൊബൈൽ ഫോൺ വിളി വിവരങ്ങളും CDR വിവരങ്ങളും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഈ പോലീസ് SIT ആവശ്യപ്പെടുന്ന വിവരങ്ങളെല്ലാം ബന്ധപ്പെട്ട മൊബൈൽ ഫോൺ കമ്പനികൾ അത് നൽകണം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനോട് ഈ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കണം എന്നുള്ള നിർദ്ദേശം ഇപ്പോൾ ഹൈക്കോടതി നൽകിയിരിക്കുകയാണ്. SIT ഇത് ആവശ്യം മുന്നോട്ട് വെച്ചതോടു കൂടിയാണ് ഇത് പരിഗണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സാമ്പിളുകൾ കഴിഞ്ഞ ദിവസം ശബരിമലയിൽ നിന്ന് ശേഖരിച്ച സ്വർണ്ണപ്പാളികളുടെ സാമ്പിളുകൾ അത് ഭോപ്പാലിലേക്ക് അയച്ചു എന്നുള്ള കാര്യമടക്കം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഇക്കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങളോടുകൂടി പുറത്തേക്ക് വരും. ആ ഘട്ടത്തിൽ മാത്രമായിരിക്കും കോടതി ഏതൊക്കെ തരത്തിലുള്ള പരാമർശങ്ങൾ, എന്തൊക്കെ വിമർശനങ്ങളൊക്കെയാണ് ഇക്കാര്യത്തിൽ ഉയർത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. ഏതായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ ഈ അന്വേഷണത്തിനോട് മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊന്നുള്ളത് ഈ ശബരിമല കൊടിമര കേസ്, അത് കഴിഞ്ഞ തവണ പരിഗണിച്ച ഘട്ടത്തിലാണ് കോടതി സംസ്ഥാന വിജിലൻസിനോട് അന്വേഷിക്കാനുള്ള നിർദ്ദേശം നൽകിയത്. ഇക്കാര്യത്തിൽ വിജിലൻസും ഒരു പുരോഗതി കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അന്വേഷണം ഇക്കാര്യത്തിൽ തുടങ്ങിയെന്നുള്ള കാര്യം വിജിലൻസും കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇടക്കാല ഉത്തരവ് വൈകുന്നേരത്തോടു കൂടി പുറത്തേക്ക് വരുമ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകും. ശരി, ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അന്വേഷണവുമായി സഹകരിക്കണമെന്ന് മൊബൈൽ ഫോൺ കമ്പനികൾക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രതികളുടെ മൊബൈൽ ഫോൺ വിവരങ്ങളും ടവർ ലൊക്കേഷനുകളും അടക്കം SITക്ക് കൈമാറണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. SITയുടെ ആവശ്യപ്രകാരമാണ് കോടതി ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകണമെന്ന് അറിയിച്ചിരിക്കുന്നത്. ആന്റണി ജോർജ് ആണ് വിവരങ്ങൾ നൽകിയത്.